രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, അജ്ഞാനമകലുന്ന രാത്രി, കലിയുഗാന്ത്യത്തിൻ്റെ പുണ്യരാത്രി, കൽമഷമകലുന്ന രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി. ഓം ശാന്തി. നവരാത്രി ആഘോഷത്തിൻ്റെ 8 ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അവരവരുടേതായ സാധനകൾ ചെയ്ത് ഇന്ന് 9ാമത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ്. 9ാം ദിനം സിദ്ധിദാത്രി മാതാവിൻ്റെ ദിനമാണ്. സിദ്ധി അർത്ഥം കഴിവ്. ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മളെല്ലാവരും എന്തെല്ലാം സാധനകൾ അനുഷ്ഠിച്ചുവോ ആ സാധനകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ സിദ്ധി, അതാണ് മാതാവിൻ്റെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്, സിദ്ധിദാത്രി മാതാവ്. അപ്പോൾ ഈ കഴിഞ്ഞ 1 വീക്ക് എല്ലാവരും എന്താ ചെയ്തേ? എന്ത് സാധനാക്രമങ്ങൾ ചെയ്തോ? സാധനയുടെ ഫലമാണ് സിദ്ധി. ഭഗവാൻ പറയാറുണ്ട്, വിധിയിലൂടെ ജീവിക്കുമ്പോൾ സിദ്ധി ഉണ്ടാവും. അപ്പം നവരാത്രിയോടനുബന്ധിച്ച് എന്തെല്ലാം വിധി അനുഷ്ഠിച്ചു എല്ലാവരും? ഡെയിലി അല്ലേ ചിരാത് കൊളുത്തി, ജാഗരണം നടത്തി, വ്രതം അനുഷ്ഠിച്ച്, നിത്യേന പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെട്ടു അല്ലേ? ഭക്ഷണ പാനീയങ്ങളിൽ വളരെയധികം സാത്വികത പുലർത്തി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വാരമായിട്ട് നമ്മളെല്ലാവരും അനുഷ്ഠിക്കുന്ന സാധനയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഒരു നിമിഷം അവരവരിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഈ കഴിഞ്ഞ ഒരാഴ്ചയുടെ സാധനയുടെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് സിദ്ധി ഉണ്ടായി? മുൻപെപ്പോഴും ചെയ്യാത്ത രീതിയിൽ ഒരു പക്ഷേ നവരാത്രി വ്രതത്തോടനുബന്ധിച്ച് ഡെയിലി രാവിലെ ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരാഴ്ചയായിട്ട് അതൊരു ശീലമായി മാറി. അപ്പോൾ ഡെയിലി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്നതിലൂടെ തന്നെ കുളിച്ചിട്ട് വിളക്ക് കൊളുത്തുക, അല്ലെങ്കിൽ കുളിച്ചിട്ട് ഡെയിലി അമ്പലത്തിൽ പോവുക, തൊഴുക അല്ലേ, പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടുക. അതിലൂടെ എൻ്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ടായ മാറ്റം എന്താണ്? ആ സിദ്ധി എന്താണ്? എന്ത് കഴിവ് നേട്ടം എനിക്കുണ്ടായി? അത് വാച്ച് ചെയ്യുക. ഇനി ഇന്നത്തെ ദിവസം നമുക്കെടുക്കാനുള്ള ഒരു തീരുമാനം എന്താണ്? ഈ കഴിഞ്ഞ ഒരു വാരമായിട്ട് ഞാൻ എന്തെല്ലാം അനുഷ്ഠിക്കുന്നു, ഏതെല്ലാം സാധനകൾ ചെയ്യുന്നു, അത് നമ്മൾ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കാര്യം, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്നു, ഈ ഒരു കാര്യം തന്നെ ഞാൻ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ സാധനയിലൂടെ എനിക്ക് ലഭിച്ച സിദ്ധി എന്താണോ, മനസ്സിന് എത്ര ഫ്രഷ്നെസ് ഉണ്ട്, ശരീരം എത്ര ഉന്മേഷോത്സാഹമുള്ളതായിട്ട് മാറി, എത്ര ഊർജ്ജസ്വലമായിട്ടും നമ്മൾ മാറാൻ നമുക്ക് കഴിഞ്ഞു, അത് ആ സിദ്ധിയെ നമുക്ക് എന്നും നിലനിർത്താൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഈ 9ാമത്തെ ദിവസം നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു വ്രതമെടുക്കാം. വ്രതം എന്ന് പറഞ്ഞാൽ ദൃഢത, ഡിറ്റർമിനേഷൻ, തീരുമാനം. വ്രതം എന്ന് പറഞ്ഞാൽ ഋതം. നമ്മുടെ ജീവിതത്തെ താളാത്മകമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും എന്ത് തീരുമാനം എടുക്കാം? ജീവിതത്തിൽ ചില സാധനകൾ അനുഷ്ഠിച്ച് തന്നെ നമ്മൾ പോകണം. സാധനയിലൂടെ സിദ്ധി കിട്ടുള്ളൂ. ഇത് വർഷത്തിൽ നമ്മൾ നവരാത്രി വരുമ്പോൾ ഒരാഴ്ച മാത്രം ചെയ്യാനുള്ളതല്ല സാധന. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാട്ട് പാടുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിക്ക് സ്റ്റേജ് പ്രോഗ്രാം ഒരു ആഴ്ചയിൽ ഒന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മാസത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ സാധന ഡെയിലി ചെയ്യണം. സാധന ഡെയിലി ചെയ്താലേ സിദ്ധി നിലനിൽക്കുള്ളൂ അല്ലേ? അതേപോലെ നമുക്കെല്ലാവർക്കും സാധന നിത്യേന നമ്മൾ ചെയ്യുകയാണെങ്കിൽ സിദ്ധി എന്നും ഉണ്ടാവും. ഏത് സാധന? നമുക്കെന്ത് സിദ്ധി നേടണം? ഇപ്പം സർക്കസുകാരും സാധന ചെയ്യും, അതിലൂടെ അവർ സിദ്ധി ചരടിലൂടെ നടക്കുന്നു, ഒറ്റക്കല്ല് നിൽക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു, സൈക്കിളിൽ അഭ്യാസം നടത്തുന്നു. സാധനയിലൂടെ സിദ്ധി നേടുകയാണ്.
ചിലർ തീയിൽ കൂടി നടക്കുന്നു, സിദ്ധി നേടിയെടുത്തു. എങ്ങനെ? അഭ്യാസത്തിലൂടെ. ചിലർ വെള്ളത്തിൽ കൂടി നടക്കുന്നു, നിത്യേനയുള്ള സാധനയിലൂടെ സിദ്ധി നേടിയെടുത്തു. നമുക്ക് അല്ലേ, വെള്ളത്തിൽ കൂടി നടന്നു, അല്ലെങ്കിൽ തീയിൽ കൂടി നടന്നു, അല്ലെങ്കിൽ നൂൽ ചരടിലൂടെ നടന്നു, അത് ആ സിദ്ധിയിലൂടെ അല്പസമയത്തേക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ അതിലൂടെ കാഴ്ചക്കാരിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഉപജീവനം നടക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എന്നും നേടിയെടുക്കേണ്ട സിദ്ധി എന്താണ്? ലൈഫ് ലോങ് വേണ്ടുന്ന സിദ്ധി എന്താണ്? എനിക്ക് ശാന്തമായി ജീവിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, സമാധാനത്തോടെ ജീവിക്കണം, എന്നും സ്നേഹമായിട്ട് പെരുമാറാൻ കഴിയണം. ഇതൊക്കെയാണ് ലൈഫ് ലോങ് സിദ്ധികൾ. ഇതല്ലേ നമുക്ക് എല്ലാവർക്കും എന്നും വേണ്ടത്. അപ്പം ഈ സിദ്ധി നേടിയെടുക്കാൻ നമ്മൾ എന്ത് സാധന ചെയ്യണം? അതാകട്ടെ ഈ വർഷത്തെ നവരാത്രിയുടെ ഈ 9ാമത്തെ നാളിൽ നമുക്കെല്ലാവർക്കും ആ ലക്ഷ്യം സാധൂകരിക്കാൻ നമുക്കെല്ലാവർക്കും ചെയ്യേണ്ട സാധന, ഡെയിലി കുറച്ച് സാധന ആവശ്യമുണ്ട്. അതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. പരമാത്മാ പറയുന്നത് അതിന് ചതുർവിധ പുരുഷാർത്ഥം വേണം. എന്താ ചതുർവിധ പുരുഷാർത്ഥം? ഡെയിലി പ്രഭാതത്തിൽ ഏർലി മോർണിംഗിൽ അരമണിക്കൂർ ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാന ശ്രവണത്തിനും മനനത്തിനും വേണ്ടി മാറ്റിവെക്കണം. ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു 15 മിനിറ്റെങ്കിലും ധ്യാനം, മെഡിറ്റേഷൻ ചെയ്യണം. സാധനയാണിത്. സമയമില്ല എന്ന് പറഞ്ഞാൽ സിദ്ധി ഉണ്ടാവില്ല. വെറുതെ സുഖവും ശാന്തിയും സന്തോഷവും കിട്ടില്ല. സാധന ചെയ്താലേ സിദ്ധി ഉണ്ടാവുള്ളൂ. ഡെയിലി രാവിലെ അരമണിക്കൂറെങ്കിലും നിത്യസാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. അരമണിക്കൂർ സ്പിരിച്വൽ സ്റ്റഡി. ഡെയിലി 15 മിനിറ്റ് എൻ്റെ ആരംഭിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്തിട്ട് വേണം. 3ാമത്തെ സാധന നിയമങ്ങൾക്കും മര്യാദകൾക്കും ഉള്ളിൽ ജീവിക്കണം. ജീവിതം നിയമബദ്ധമാക്കി കൊണ്ടുപോകും. ഡിസിപ്ലിൻഡ് ലൈഫ്. അത് ആഹാരത്തിലും പാനീയത്തിലും അത് നമ്മൾ നവരാത്രിക്ക് ചെയ്തു. അത് നമുക്ക് എന്നും കൊണ്ടുപോകാൻ പറ്റണം. അത് ശരീരത്തിന് കൊടുക്കുന്ന ആഹാര പാനീയം മാത്രമല്ല, ആഹരിക്കുന്നത് ധാരാളമുണ്ട്. കണ്ണിലൂടെ, കാതിലൂടെ അല്ലേ, കേൾക്കുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, എല്ലാറ്റിലും നമുക്ക് നിയമം പാലിക്കണം. ശരീരത്തിനും മനസ്സിനും യോജിക്കുന്നതായിരിക്കണം ആ ഭക്ഷണമെല്ലാം. 4ാമത്തെ സാധനയാണ് സേവനം. ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെ സുഖം കൊടുത്ത് സുഖം നേടണം. ശ്രേഷ്ഠ കർമ്മം ചെയ്ത് ആശീർവാദം നേടണം. ഈ ചതുർവിധ പുരുഷാർത്ഥം, ജ്ഞാനം, യോഗം അഥവാ മെഡിറ്റേഷൻ, പിന്നെ ധാരണാർത്ഥം നിയമബദ്ധ ജീവിതം, 4ാമത്തത് ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെ സുഖം കൊടുത്ത് ആശീർവാദം നേടുക. ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ ഈ സാധന നമുക്ക് നൽകുന്ന സിദ്ധിയാണ് സുഖം, ശാന്തി, സന്തോഷം, സമാധാനം, സമൃദ്ധി. അതുകൊണ്ട് ഈ നവരാത്രി നമുക്കൊരു പുതുമയുള്ള നവരാത്രിയാക്കി മാറ്റാം. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു സാധനാക്രമം പറയാം. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ സാധന ചെയ്യാം. എങ്കിൽ എല്ലാവർക്കും ചേർന്ന് സിദ്ധി അനുഭവിക്കാം. ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആദ്യത്തെ സങ്കല്പം എടുക്കണം. തിങ്കളാഴ്ച, ഇന്നത്തെ ദിവസം ഞാൻ മുഴുവൻ ദിവസവും ശാന്തമായിട്ടിരിക്കും. ഏത് സാഹചര്യത്തിലും ശാന്തമായി പെരുമാറും. ഇതൊരു സാധനയാണ്. ചൊവ്വാഴ്ച ലക്ഷ്യം വയ്ക്കാം. ഇന്നത്തെ എൻ്റെ വ്രതമാണ്. ചൊവ്വാഴ്ച രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഐ ആം എ ലവ്ഫുൾ ബീയിങ്. ഞാൻ ഒരു സ്നേഹം നിറഞ്ഞ ചൈതന്യമാണ്. സ്നേഹസാഗരമായ പരമാത്മാവിൻ്റെ സന്താനാണ്. ഇന്ന് ഞാൻ എല്ലാവരോടും, ആര് എങ്ങനെയുള്ളവരാണെങ്കിലും ഞാൻ സ്നേഹത്തോടെ പെരുമാറും. 3ാമത്തെ ദിവസം ബുധൻ. ഇന്നത്തെ ദിവസം ഞാൻ ശക്തികളെ കാര്യങ്ങളിൽ ഉപയോഗിക്കും. സർവശക്തിവാൻ്റെ കുട്ടിയാണ് ഞാൻ. ഈശ്വരൻ്റെ സന്താനമാണ്.
ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യേണ്ടടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ, സഹിക്കേണ്ടടുത്ത് സഹിക്കാൻ, ചേർന്ന് പോകേണ്ടടുത്ത് ചേർന്ന് പോകാൻ, ചേർത്ത് കൊണ്ടുപോകേണ്ടടുത്ത് ചേർത്ത് ഞാൻ കൊണ്ടുപോകും. ഞാൻ ശക്തികളെ കാര്യങ്ങളിൽ ഉപയോഗിക്കും. വ്യാഴാഴ്ച സത്യതയുടെ, ജ്ഞാനത്തിൻ്റെ, ബോധത്തിൻ്റെ ദിനമായി ഉപയോഗിക്കുക. ഞാൻ ബോധവാനായിരിക്കും, വിവേകശാലിയായി ഓരോ കാര്യവും ചെയ്യും. സമയം, സന്ദർഭം, വ്യക്തി, സാഹചര്യത്തിനനുസരിച്ച് പെരുമാറും. വെള്ളി ശുദ്ധിയുടെ ദിനമായിട്ട്, ശുദ്ധിയുടെ സാധന. ഇന്നത്തെ ദിവസം ഞാൻ മനസ്സ വാച കർമ്മണ എല്ലാ അർത്ഥത്തിലും ശുദ്ധി പാലിക്കും. ശുദ്ധമായ വാക്കുകളെ പറയും. വ്യവഹാര ശുദ്ധി ഉണ്ടാകും. വീടും പരിസരം എല്ലാം ശുദ്ധിയാക്കി വയ്ക്കും. ശനിയാഴ്ച സുഖം കൊടുക്കുന്ന കാര്യം മാത്രമേ ഞാനിന്ന് ചെയ്യൂ. എന്ത് കർമ്മം ചെയ്താലും അതിലൂടെ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കണം. ഞായറാഴ്ച ഇന്ന് ഞാൻ സന്തോഷമായിട്ടിരിക്കും ഫുൾ ഡേ, ഏത് വിപരീത സാഹചര്യത്തിലും. ഇതൊരു സാധാരണ കാര്യമല്ല. 7 ദിവസം ഈ 7 സാധനകൾ നമ്മൾ 7 വ്രതം പോലെ എടുത്ത് ഈ സാധനകൾ വൈകുന്നത് വരെ നമ്മുടെ പൂർത്തിയാക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാ ആഴ്ചയും എന്താകും? നമുക്ക് വാരാഘോഷമായിട്ട് മാറും. ഈ സാധന നമ്മൾ തുടർന്നാൽ എന്താകും? ഈ സാധനയിലൂടെ, വ്രതത്തിലൂടെ നമുക്കെല്ലാവർക്കും സിദ്ധി നേടാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ആരാകും? സിദ്ധിദാത്രി ദേവിയായി മാറും. ദേവി പറഞ്ഞാൽ കൊടുക്കുന്നവർ. സുഖം കൊടുത്താൽ സുഖം കിട്ടും, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. അപ്പോൾ കൊടുക്കുന്നവരായാൽ മതി. അതാണ് സാധന. ഇന്ന് ഞാൻ എല്ലാവർക്കും ശാന്തി കൊടുത്ത് എനിക്ക് ഫുൾ ഡേ ശാന്തമായിട്ടിരിക്കാൻ പറ്റും. അതാണ് സിദ്ധി. അപ്പം നമുക്ക് എന്ത് വേണോ അത് തന്നെ കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ഈ വർഷം എങ്ങനെ നവരാത്രി ആഘോഷിക്കാം? ഒരാഴ്ച ഡെയിലി ദിവസവും രാവിലെ ഉണരുമ്പോൾ ഒരേ ഒരു സങ്കല്പത്തിൽ നമ്മുടെ സാധന ആരംഭിക്കാം. രാത്രി ഉറങ്ങും വരെ ആ സാധനയിലൂടെ തന്നെ നമുക്ക് പോകാം. അതിനല്പം അറ്റൻഷൻ നമുക്ക് നമ്മുടെ മേലെ വയ്ക്കണം. അറ്റൻഷനും അഭ്യാസവും കൂടി ചേരുമ്പോൾ എന്താകും? നമുക്ക് സിദ്ധി സ്വരൂപരാകാം. അങ്ങനെ നമ്മൾ ഈ സിദ്ധി പ്രാപ്തമാക്കിയാൽ നമ്മൾ രാവണനെ ജയിക്കുകയാണ്. ക്രോധത്തെ ജയിക്കാം ശാന്തരായാൽ. സ്നേഹികളാകുമ്പോൾ വെറുപ്പിൽ നിന്ന് മുക്തരാകും നമ്മൾ. വിനയമുള്ളവരാകുമ്പോൾ അഹങ്കാരത്തെ ജയിക്കലായി. അപ്പോൾ ദസ്ര, സത്യമായ ദസ്ര ഇങ്ങനെ നമുക്ക് ആഘോഷിക്കാം. ദസ് ഹര എന്നാ പറയാം. 10നെ ജയിക്കുക. 10 എന്ന് പറഞ്ഞാൽ കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. അത് സ്ത്രൈണഭാവവും പുരുഷഭാവവും, സ്ത്രീയിലും പുരുഷനിലുമുള്ള ഈ 5 ദുർവികാരങ്ങളെ ജയിക്കുകയാണ് യഥാർത്ഥത്തിൽ രാവണൻ്റെ മേലെ വിജയം. അപ്പം നമ്മൾ ഈ രാവണ സ്വഭാവങ്ങളെ, ആസുരീയ സ്വഭാവങ്ങളുടെ മേൽ, ആസുരീയ മനോവൃത്തിയുടെ മേൽ വിജയം നേടുമ്പോൾ എന്തായി? അസുരനെ ചവിട്ടിപ്പിടിക്കുന്ന ദേവിയായി മാറുകയാണ്. ആസുരീയതയുടെ മേൽ വിജയം നേടിയാൽ നമ്മൾ വിജയദശമി ആഘോഷിക്കുകയാണ് അല്ലേ? ആ വിജയം എന്താണ്? നമ്മുടെ ജീവിത വിജയമാണ്. ദേഷ്യത്തെ ജയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഒരു വലിയ സാധനയാണ്. അതുകൊണ്ട് അടുത്ത വർഷം നവരാത്രി ആഘോഷിക്കും വരെ നമുക്ക് ഈ ലക്ഷ്യം വയ്ക്കാം. എനിക്ക് ക്രോധത്തിന് മേൽ സമ്പൂർണ്ണ വിജയം നേടണം. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തായി? വിദ്യാരംഭമാണ്. വിദ്യ ആരംഭിക്കുകയാണ്, ബോധം ഉദിക്കുകയാണ്. കുട്ടികളെല്ലാവരും നമ്മൾ വിദ്യാരംഭം നടത്തും. പക്ഷെ നമുക്കെല്ലാവർക്കും ഒരു വിദ്യാരംഭം വേണ്ടേ? എന്താ വിദ്യാരംഭം? അജ്ഞതയിൽ നിന്ന് പുറത്തു വരിക. ദേഷ്യപ്പെടുന്നത് അജ്ഞതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ജയിക്കണം എന്നറിയാം. അപ്പോൾ ഈ വർഷം നമുക്കെല്ലാവർക്കും ഇപ്രകാരം ദേഷ്യത്തെ ജയിക്കുന്ന വിദ്യാരംഭം കുറിക്കാം. അടുത്ത വർഷം വരയ്ക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിജയിക്കണമെന്ന ലക്ഷ്യം വയ്ക്കാം. ഡെയിലി അതിനുള്ള ഒരു സാധനയാകട്ടെ നമ്മുടെ ജീവിതം. എല്ലാവർക്കും നവരാത്രിയുടെ, ദസറയുടെ 5 വികാരങ്ങളാകുന്ന രാവണൻ്റെ മേലെ വിജയം നേടി വിജയദശമി ജീവിതത്തിലൊരു
വിദ്യ ആരംഭം, പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം, സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ തുടക്കമാകട്ടെ ഈ വർഷത്തെ നവരാത്രി. ഓം ശാന്തി.